DG video log. Today is 27th of November 2016. Time ഇപ്പോൾ 7:15 ആയിരിക്കും. തുളസി പറിക്കലാണ് ഇന്നത്തെ പണി. ഈർപ്പുണ്ടല്ലോ. ഇത്രയൊക്കെ മതി. രാവിലെ തന്നെ ജാപ്പി ഉണ്ടാക്കാനുള്ള പരിപാടി. ജാപ്പി എന്ന് വെച്ചാൽ കാപ്പിയുടെ വേറെ സാധനം, പക്ഷെ കാപ്പിയുടെ ഒരു സാധനം അതിനകത്തില്ല. അടുക്കളയിലെത്തി കഴിയില്ല. ജാപ്പിക്കകത്ത് എന്തൊക്കെ ഉണ്ട്? ജീരകം, മല്ലി, ഉലുവ, ഏലക്ക, ചുക്ക്, കുരുമുളക്, കരിപ്പട്ടി. കരിപ്പട്ടി ഇട്ടില്ലല്ലോ. ഈ ഇടിയാണ് രാവിലെ കേൾക്കുന്നത്. എന്തിനോ വേണ്ടി പോണ കല്യാണം, എന്തിനോ വേണ്ടി കെട്ടേണ്ട കല്യാണം. ഇതിനടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ആളിൽ എന്താണ് കാണുന്നതനുസരിച്ചിരിക്കും. ഇമോഷണൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. അല്ല, അതിലെ ജാതകം പറയണം. എന്താണ് ജാതകം? എനിക്ക് തോന്നുന്നു ഇതാണ് അല്ല കണക്ക്. ഒരാൾ എങ്ങനെയാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം മറ്റേ ആള്. അപ്പം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മറ്റേ ആളായിട്ട് ഇമോഷണൽ ഡിപ്പെൻഡൻസി വന്നു കഴിഞ്ഞാൽ പണിയാവും. അഡ്ജസ്റ്റ്മെന്റ് ഒന്നല്ലത്. കാരണം ശിവന്റെ ഏതോ ഒരു ബന്ധുണ്ടെന്ന്, എന്താണ് എന്തെങ്കിലും 9 പേർക്ക് അങ്ങോട്ടുണ്ട്. പക്ഷെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അടി പെണ്ണ് ശരിയല്ല. പക്ഷേ ആ ചേട്ടൻ പറയുന്നത് എന്താണ്, അത് കുഴപ്പമില്ല, കെട്ടിപ്പോയല്ലേ, കുട്ടികളൊക്കെ ഇല്ലേ, കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ, കുഴപ്പമില്ല, മെയിൻറ്റെയിൻ ചെയ്യാന്ന്. അപ്പോൾ അത് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു അത് പ്രശ്നമാണെന്ന്. പക്ഷെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അതാണ്. വഴക്ക് പറയുന്ന സമയത്ത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ആ ചേച്ചിക്ക് ആ പ്രശ്നം ഉണ്ടെങ്കിലും അത് ആ ചേട്ടൻ്റെ പ്രശ്നമല്ല. പിന്നെ നമുക്കെന്ത് പ്രശ്നം? അത് മെയിൻറ്റെയിൻ ചെയ്ത് തോന്നുന്നു. ആ ചേട്ടനാ കുഴപ്പമാണെന്ന് തോന്നുകയാണെങ്കിൽ ആണ് ആ പൊരുത്തത്തിന്റെ മിസ്റ്റേക്ക് വരുന്നത്. അത് ഫീലിങ്സിനെ കാണും കൂടുതൽ വാല്യൂവിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ അല്ലേ, വാല്യൂവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ല ഇമോഷൻ നോക്കി കഴിഞ്ഞാൽ ഒന്നും കിട്ടണില്ല, അന്ന് വെച്ചിട്ട് കളഞ്ഞിട്ട് പോകുന്നു ആണ്. അവിടെ പോയാലും ഇതൊന്നും കിട്ടണം.
അവരെന്താ മറ്റൊരു കൗൺസിലറിന് 3 ലക്ഷം രൂപ കൊണ്ട് അവിടെ അവളെ പീഡിപ്പിച്ചതൊക്കെ ഭയങ്കര വ്യത്യാസമായിരുന്നു. അങ്ങനെ ഭാഗ്യലക്ഷ്മിയും അവളെ പാർവതി കൂടെ അവളെ വീട്ടിൽ ക്യാമറയുടെ മുമ്പായിട്ട് അവളെ കൊണ്ട് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെയാണ് അമ്മായി പറഞ്ഞേക്ക ഭയങ്കര തൂർപ്പടിയാണ്. ദിവസങ്ങൾ പല ആൾക്കാരെയും കടം വാങ്ങി. അവൻ പിശുക്കനായിരിക്കും ആണോ? ഈ പശുപാല അപ്പൊ അവര് പറഞ്ഞു ഈ പീഡനം ഏർപ്പെട്ടാണ് ഇവര് രണ്ടുപേരുടെ ഓടിയത്. ഭാഗ്യലക്ഷ്മി ചാനലിൽ എന്താണ് വേണ്ടത്? ചാനലിൽ നല്ലത് ചിത്ത അതൊന്നും ചാനൽ നോക്കൂല. കുറെ ആൾക്കാർ നോക്കുന്ന സാധനം എവിടെ ഉണ്ടോ അത്. ഭർത്താവിന്റെ അമ്മ പറയും. എന്നിട്ട് ഭർത്താവിന്റെ അമ്മ അവിടെ തന്നെ 50 രൂപ ചോദിച്ചിട്ടാണ് തന്നെ അവന്റെ കണ്ട പൈസ എത്രയാവുന്നതിനാണ്. നമുക്ക് ചുമ്മാ ഒരു പീഡന കേസ് പറഞ്ഞു ഉള്ളതല്ല. ഒന്നിനൊക്കെ അമ്മായി പൈസ വാങ്ങിച്ചിട്ട് പറയുന്നതായിരിക്കും. ഇല്ലെങ്കിൽ അവര് അമ്മത്തെ ഒരു കളിക്കുന്നതായിരിക്കും. അതിന് ഭർത്താവില്ല. മറ്റവർക്ക് മേളകള് ഭാഗ്യലക്ഷ്മി പാർവതിയിലേക്ക് അവരെ രണ്ടരെ കൂട്ടുപിടിച്ചിട്ടാണ് അങ്ങനെ രാഷ്ട്രീയം അവർക്ക് അങ്ങനെയുണ്ട്. സോളാറൊക്കെ കാണുന്നില്ല. കൂട്ടി താഴെ വീഴും. അതാണ് അയാൾ പറഞ്ഞത്. എനിക്ക് പൈസ തരാൻ ഞാൻ ചോദിക്കാനാണ് അവരിങ്ങനെ. ഒരിക്കലും എങ്ങാണ്ട് ഞാൻ വാർത്തയിൽ കണ്ടു. ഇനി അത് കണ്ടിന്യൂ ചെയ്ത് പോയല്ലേ. ഇന്നലെ കാഴ്ചക്കപ്പുറം പറഞ്ഞിട്ട് എടുത്ത് കാണിച്ചത് ഇവിടെ കരയണോ പറയണോ ഒക്കെ കാണിക്കുന്നു. മറ്റേ പെണ്ണുങ്ങൾ രണ്ടുപേരപ്പുറം എന്ത് കിട്ടിയാലും കാണിക്കും. അതാണ് മീഡിയ. ആൾക്കാരെ അറ്റൻഷൻ ചാടിക്കേറി ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. Nothing is permanent. Nothing is permitted. Everything is permitted. Nothing is true. അങ്ങനെ പറഞ്ഞിട്ടില്ല. ശിവനും പറയുന്നത് നത്തിങ് ഈസ് ട്രൂ, എവരിത്തിങ് ഈസ് പെർമിറ്റഡ്. എല്ലാ എന്താണ് ഒരു ഡേറ്റ നമുക്ക് കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോഴും ആ ഡേറ്റ അനുസരിച്ചിരിക്കും. ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും മിക്കവാറും ഡേറ്റകൾ. മറ്റേ നമ്മളെ 8ാം ക്ലാസ് മുമ്പാണ് നമ്മൾ ആറ്റം എങ്ങനെയാണ് പഠിച്ചത്. ഒരു നടുക്കൊരു ന്യൂക്ലിയസ് എന്നൊരു സാധനം ഉണ്ട്. അതിനകത്ത് കുറേ പ്രോട്ടോണും ന്യൂട്രോണും വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റും സർക്കിളായിട്ട് ഫസ്റ്റ് സ്റ്റെല്ലിൽ 2 ഇലക്ട്രോൺ, അത് കഴിഞ്ഞിട്ട് ഇത്ര 4 8 അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് എത്തിയപ്പോഴോ ഇതൊന്നും അല്ല സത്യം. ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഉണ്ട്. എസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, പി എന്നൊരു സാധനമുണ്ട്, ഡി എന്നൊരു സാധനമുണ്ട്, പിന്നെ അതിൻ്റെ കണക്ക് വേറെ. ഇങ്ങനെ കയറി പോകൊണ്ടിരിക്കും. അടുത്താണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തെറ്റ്. ഇതുവരെ പഠിച്ച മൊത്തം തെറ്റ്. എന്താണ് അതിന് ഓരോ ഡേറ്റിനനുസരിച്ച് ഡേറ്റ അവിടെ പോലും അത് തെറ്റ് തന്നെയല്ലേ. അതിനേക്കാളും വലുത് വരുന്നവരേ ഉള്ളൂ. അത് ഇന്ന് വേറൊരു തെറ്റപ്പെടുള്ളൂ. എന്നാലും അറിയാനുള്ളൊരാഗ്രഹം അതുണ്ട്. അതെന്തായാലും അത് മാത്രമേ ഉള്ളൂ. മുറിച്ച് ഒരു ആറ്റം എടുത്തിട്ട് എത്ര അത് മുറിച്ച് കുറച്ചുകൂടി സ്പീഡിൽ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ചെറിയ സാധനം കിട്ടും. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം. സയൻസ് പറയുന്നത് എന്തുകൊണ്ടെന്ന് ഹിഗ്സ് ബോസോണിലാണ് തോന്നി പിടിച്ചിരിക്കണേ. പിന്നെ സ്ട്രിങ് തിയറി എന്നൊരു സാധനമുണ്ട്, ക്വാണ്ടം തിയറി വേറെ ഉണ്ട്, ഉണ്ട് വേറെ ടൈപ്പ് സാധനമാണ്. ക്വാണ്ടം തിയറി ഹിസ്റ്ററിക്കകത്ത കെമിസ്ട്രിക്കകത്ത ക്വാണ്ടം തിയറിയാണ്. ക്വാണ്ടം തിയറി എന്താണ് വേണ്ട തിയറിയുടെ ബേസിക് ഞാൻ കുറെ കഷ്ടപ്പെട്ടൊക്കെ ഇരുന്നത് മനസ്സിലാക്കി. അതെന്ത് ഒരു ഒബ്സർവർ ഉണ്ടെങ്കിൽ മാത്രമേ മാറ്ററിന് എക്സിസ്റ്റൻസ് ഉള്ളൂ എന്നുള്ളതാണ് അതിന്റെ ബേസിക് സംഭവം. ഒരാൾ കാഴ്ചക്കാരനായിട്ട് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളില്ല എന്നുണ്ടെങ്കിൽ മാറ്റർ ഡസ് നോട്ട് എക്സിസ്റ്റ്.
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ചെയ്തത് എങ്ങനെയാണ്, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ +2 ഒരു സാധനം പഠിപ്പിച്ചിട്ടുണ്ട്. അത് എനിക്കതൊന്നും മനസ്സിലായില്ല. അതൊക്കെ വെച്ചിട്ടാണ് ഇവന്മാർ ചെയ്തത്. അതായത് 2 ഹോളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. 2 ഹോൾ ഇട്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് ലൈറ്റ് അടിക്കുന്നു. അതാണ് മറ്റേത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഇവർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഗണ്ണ് വെച്ചിട്ട് അത് വാക്വം ട്യൂബിനകത്താണ്. ബൊമ്പാർഡിങ് തമ്മിലിരി. അതാണ് ഇപ്പോൾ 2 ഹോൾ ഇട്ടിട്ട് അപ്പുറത്ത് ഒരു ഫോട്ടോ ഇലക്ട്രിക് സാധനം വെച്ചിട്ടുണ്ട്. അതായത് എന്തെങ്കിലും സാധനം അവിടെ അടിക്കുമ്പോൾ കാണാൻ വേണ്ടി ഒരു ഫോട്ടോ ഇലക്ട്രിക് ഗ്രാഫ് അവിടെ വെച്ചിട്ട് ഇപ്പുറത്ത് നിന്ന് ഇലക്ട്രോൺ ഗണ്ണ് വഴി അടിക്കും. ഇലക്ട്രോൺ ഗണ്ണ് വഴി അടിക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ വിട്ട് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഹോളിൽ കൂടെ ക്വാണ്ടം ഫിസിക്സ് ഒരു പ്ലേറ്റ് ചുമരിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ 2 ഹോൾ ഇട്ട് വെച്ചിട്ടുള്ള ഒരു എന്താണ് 2 ഹോളുള്ള ഒരു മതിലിൽ 2 ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഗണ്ണുണ്ട്. ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് ഇലക്ട്രോൺ വരും. അപ്പോൾ ഒബ്സർവ് ചെയ്ത് വെറുതെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ എന്താണ് 2 ഹോളിൽ കൂടെയും പോകുന്നതായിട്ടൊരു പ്രോപ്പർട്ടി കാണിക്കുന്നു. വെറുതെ നമ്മൾ മെഷർ ചെയ്യാതെ വെറുതെ ഇലക്ട്രോൺ ഗണ്ണ് വഴി ഇലക്ട്രോൺസ് പാസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ഒരു വഴി കൂടെ അല്ലേ പോകാൻ പറ്റുള്ളൂ. ഒരു ഇലക്ട്രോൺ 2 വഴി കൂടെ പോകാൻ പറ്റില്ലല്ലോ. വെള്ളമാണെന്നുണ്ടെങ്കിൽ 2 അടുത്ത് കൂടെ പോകും, 2 വഴി കൂടെ വേണമെങ്കിൽ പോകാം ഒരു സ്ഥലത്തെ തട്ടി വന്നു കഴിഞ്ഞാൽ. പക്ഷെ ഒരു ഒബ്ജക്റ്റ് ആവുന്ന സമയത്ത് പദാർത്ഥത്തിന് 2 കൂടെ പോകാൻ പറ്റില്ല, ഒഴുക്കില്ല. അപ്പോൾ അവർ പറഞ്ഞ ഒരു സാധനത്തിന് തന്നെ ഇത് ഇലക്ട്രോണിന് വേവ് ഫംഗ്ഷൻ എന്നൊരു സാധനമുണ്ട്. പിന്നെ അല്ലാത്ത ഒരു ഒബ്ജക്റ്റ് അല്ലാത്ത സമയത്ത് അത് വേവായിട്ടാണ് കാണുന്നത്. അപ്പോൾ 2 വഴി കൂടെയും ചിലപ്പോൾ പോകും. അപ്പോൾ നമ്മൾ മെഷർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് പ്ലേറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ 2 സ്ഥലത്തും ലൈറ്റ് എന്നും പറയാം. ഇലക്ട്രോൺ ആണ്, ഇതിന് ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഇലക്ട്രോൺ ഇങ്ങനെ പാസ് വെറുതെ നമ്മൾ മെഷർ ചെയ്യാതെ നമ്മൾ വെറുതെ ഹോൾ വഴി കടത്തി വിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ 2 ഡോട്ട് വരും. അതായത് 2 ഹോളിൽ കൂടെയും പോയതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അടുത്ത് നമ്മൾ അവിടെ ഒരു ഡിറ്റക്ടർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു ഹോളിൽ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഇലക്ട്രോൺ 2 ഹോളിൽ കൂടെ പോകില്ലെന്ന് നമുക്ക് അറിയാൻ വേണ്ടി. അപ്പോൾ ഏതിൽ കൂടെ പോകുന്നുണ്ടെന്ന് അറിയുന്നത് നമ്മൾ 2 ഈ ഹോളിലും ഒരു ഡിറ്റക്ടർ വെച്ചിട്ട് എന്നിട്ട് എക്സ്പെരിമെന്റ് നടത്തിയ സമയത്ത് ഒരു ഹോളിൽ കൂടെ പോയി. അപ്പോൾ അതെങ്ങനെ അറിഞ്ഞ് അവനെങ്ങനെ മനസ്സിലാക്കി നമ്മൾ മെഷർ ചെയ്യണമെന്നുള്ളത്? അങ്ങനെ ഒരു സംഭവം ആരും പറഞ്ഞു ചെയ്യിക്കുന്നില്ല. ഇലക്ട്രോൺ അങ്ങനെ ചെയ്യും. ഭയങ്കര എക്സ്പെരിമെന്റ് ആണ്, കൊള്ളാം അത്. കാരണം ആരും ഫിസിക്കലി ഒന്നും ചെയ്യാതെ തന്നെ ഇലക്ട്രോൺ സ്വന്തമായിട്ട് ചെയ്തൊരു കാര്യമാണ്. ഒരു ഇലക്ട്രോൺ ബുദ്ധിയുണ്ട്. നമ്മള് അത് കാണാൻ പറ്റില്ല, നമുക്ക് മെഷർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഈ സാധനം ചുമരിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു കളർ ഉണ്ടാവും, ഈ സാധനം പോയി എന്നുള്ള അറിയാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ ചുമര് നമ്മൾ അളക്കാൻ വേണ്ടി ഒന്നും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവൻ ചുമരിലുള്ള 2 ഹോളിൽ കൂടെയും കയറി അപ്പുറത്ത് 2 ഇതായിട്ട് കിടക്കും, മാർക്കിംഗ് ആയിട്ട് കിടക്കും. ഇടയ്ക്ക് ഫിലമെന്റ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പോൾ ബാക്കി ഒരു സ്ഥലത്തോട് പോകാൻ പറ്റില്ല, ഈ 2 വഴി കൂടെ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇലക്ട്രോൺ ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹോളിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. എങ്കിൽ ഒരു മാർക്കേ അവിടെ വരുള്ളൂ ചുമരിൽ, മറ്റേ ഈ ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ. അപ്പോൾ ആദ്യം വെറുതെ അടിച്ചു നോക്കിയപ്പോൾ ഇലക്ട്രോൺ വേവ് ആയിട്ടാണ് കാണിച്ചത്. അപ്പോൾ 2 ഹോളിൽ കൂടെ പോയി 2 കുത്ത് അവിടെ കിടക്കുന്നുണ്ട്, 2 കുത്ത് കിടപ്പുണ്ട്. അപ്പോൾ വിചാരിച്ചു ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു വേവാണ്, എല്ലാം വേവാണെന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് നമ്മൾ മെഷർ ചെയ്ത് നോക്കി. അതായത് ഈ ഹോളിൻ്റെ അവിടെ ഒരു ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. ഇതുവഴി ഇലക്ട്രോൺ പോയാൽ അപ്പോൾ സെൻസ് ചെയ്യാൻ വേണ്ടി മറ്റിടത്തും വെച്ചിട്ടുണ്ട്. 2 ഹോളിലും ഓരോന്ന് വെച്ചിട്ട് നമ്മൾ അടിച്ചു വിട്ട് കൊടുത്തപ്പോൾ അച്ചടൈം ഒന്നേ കത്തുന്നുള്ളൂ, മറ്റിൽ കയറുന്നില്ല. അത് അവർ മനസ്സിലാക്കിയതാണ്. ഒരു കോൺഷ്യസ് ആയിട്ട് ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റർ എക്സിസ്റ്റ് ചെയ്യൂ, അല്ലാന്നുണ്ടെങ്കിൽ വേവായിരിക്കും.
അപ്പം കരിഞ്ഞ് എന്തൊക്കെ സാധനങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ട്? കുറെ സാധനങ്ങൾ അറിയുന്നുണ്ട് ആവശ്യമില്ലാത്ത. പല പൂച്ച എറിയാനോ അല്ലെങ്കിൽ നമുക്ക് ഒളിമ്പിക്സിൽ മറ്റേത് എറിയാൻ വേണ്ടി കൊടുക്കും. അപ്പത്തിന്റെ ഭാഗം ദോഷമാണ്. നടുക്ക് കൂടുതലിരിക്കില്ല, അത്ര കൂടുതൽ വേണ്ട ആവശ്യമുണ്ട. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രുചി കറക്റ്റ് ആയിട്ട് കിട്ടൂല. ചമ്മന്തിയാണ് സവാള. മുമ്പ് സവാള ഇടുമായിരുന്നു ചമ്മന്തിയില്ലല്ലോ, കുറച്ച് ഉള്ളി അങ്ങോട്ടല്ലേ അരിഞ്ഞുള്ളൂ. അയ്യോ, ഞാൻ പൊളിയിൽ ചേർക്കുമായിരുന്നു മുമ്പ്. ഓ അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ടൊമാറ്റോ ചെറിയ ഇത് വേണമെന്നോ? ചെറുതല്ലേ കണ്ട ഒറിജിനലായിട്ട് തോന്നിയില്ല. ഇത് പഞ്ഞു പോലെ കരിഞ്ഞ അപ്പം. എനിക്കറിയില്ല, ഞാൻ കഴിച്ചൊന്നുമില്ല ഇന്നലെ. മറ്റേതില് ഒരേ സാധനങ്ങൾ കൂടുതലായതുകൊണ്ട് പിന്നെ വേറൊന്നും അറിയാൻ പറ്റിയില്ല എനിക്ക്. കൂടിപ്പോയെന്നാ ഇത് കൂടുതലാണോ? കരിഞ്ഞതിൻ്റെതായിരിക്കും. ആഹാ, പെൻഗിൻ വന്നു. വർക്കാർ രണ്ടപ്പം. അവിടെ നല്ല ചുവന്ന നല്ല കരിക്കട്ട ചുവപ്പുണ്ട്. ചുവന്നു പോയ നേരത്തെ പറഞ്ഞു. കപ്പ ചുമരി പിടിച്ച് കയറുന്ന എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലേ?
ഇവിടെ കണ്ടില്ല. ഒരു പാട്ടും കിട്ടി. എന്തെങ്കിലും ആവട്ടെ. എന്തോന്ന് ദോശയാ അപ്പോ? അത് കൊച്ചിന് തന്നെ കൊടുക്കും കേട്ടോ.